നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം ഇൻസ്ട്രക്ടേഴ്സ് അഥവാ ഗുരുക്കന്മാർ അല്ലായെങ്കിൽ അധ്യാപകർ സ്വാധീനം ചെലുത്തുകയും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ആത്മീയമായി വളർത്തപ്പെടുവാനും കാരണമായിട്ടുണ്ട്. ഈ ഗുരുക്കന്മാർ നമ്മുടെ സഭകളിലെ ശുശ്രൂഷകന്മാരാണ്, മറ്റാത്മീയ സ്നേഹിതരാണ്, തമ്മിൽ പരിചയമില്ലെങ്കിലും സോഷ്യൽ മീഡിയകളിൽ കൂടി ദൈവവചനം പഠിപ്പിക്കുന്നവരാണ്. തിരുവചനം ഇവരെ ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തുന്നത് നമ്മെ നടത്തിയവർ എന്നാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നും തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 10,000 ഗുരുക്കന്മാരുടെ കാര്യവും ഒരു പിതാവിൻ്റെ കാര്യവും അവരെ ഓർമ്മിപ്പിക്കുന്നു. 10,000 ഗുരുക്കന്മാരെല്ലാവരെയും ഒരുപോലെ പലരും ഓർത്തെന്ന് വരികയില്ല. എന്നാൽ ചിലരെങ്കിലും ഓർത്തു വയ്ക്കുകയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടാകും. ഇവിടെ പൗലോസ് വളരെ അഭിമാനത്തോടും മാന്യമായ ഒരു പദവി അലങ്കരിച്ചും കൊണ്ട് ഇങ്ങനെ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായത്തിൻ്റെ 15 വാക്യം, ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. എന്നുവെച്ചാൽ കൊരിന്ത്യ സഭയിലെ മിക്ക വിശ്വാസികളുടെയും ആത്മീയ പിതാവ് അപ്പോസ്തലനായ പൗലോസായിരുന്നു. പൗലോസിന് ആത്മീയ പുത്രനായ തിമോത്തിയോസും പത്രോസിന് ആത്മീയ മകനായ മർക്കോസും ഉണ്ടായിരുന്നതായി തിരുവചനത്തിൽ കാണാം. ഈ വിധത്തിൽ നമ്മെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിച്ചവരെ നാം ഓർക്കുന്നുണ്ടാകും. ആദ്യമായി നമ്മോട് സുവിശേഷം പറഞ്ഞ വ്യക്തിയെ, ഒരു കൂട്ടായ്മയിലേക്കും ഒരു സുവിശേഷ യോഗത്തിലേക്കും ആദ്യമായി നമ്മെ കൊണ്ടുവന്ന വ്യക്തിയെ നമുക്കാർക്കും പെട്ടെന്നങ്ങ് മറക്കുവാൻ കഴിയുകയില്ല. ഒരുവനിൽ വീണ്ടും ജനനമുണ്ടാകുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. യഥാർത്ഥത്തിൽ നാം ആരെയും ആത്മീയത്തിൽ ജനിപ്പിക്കുന്നില്ല. എന്നാൽ നാം പറയുന്ന സുവിശേഷം കേട്ട് പലരും വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലെത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് മുഖാന്തരമാക്കുന്നു. ദൈവമക്കളായിരിക്കുന്ന നാം സകല ജാതികളോടും സുവിശേഷം പറയണമെന്നുള്ളത് ദൈവിക കൽപ്പനയാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 9 അധ്യായം 16 വാക്യം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ്. സുവിശേഷം പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവും സുവിശേഷം കേൾക്കുന്നവരിൽ വീണ്ടും ജനനം നടത്തുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വവുമാണ്. അങ്ങനെ നാം മുഖാന്തരം പലരും ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരട്ടെ. പലരെയും വീണ്ടും ജനനത്തിലേക്ക് നയിക്കുവാൻ മുഖാന്തരമാകുന്ന ഓരോ ആത്മീയ പിതാക്കന്മാരാകാം നമുക്ക്. Have a blessed day.